നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ശിവശങ്കരനും രാജീവനും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ഒരുങ്ങുവാണ്. എങ്ങനെയെങ്കിലും എസ്ഐയുടെ കാല് പിടിച്ച് രോഗത്തിനെയൊക്കെ ഇറക്കാൻ പറ്റുമെങ്കിൽ, എന്തെങ്കിലും ഒരു ഫേവർ അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമാണല്ലോ. പിന്നീട് മനുശങ്കറെ വിളിക്കുകയാണ്. മനു പോകാൻ കൂട്ടാക്കില്ല. എന്താണെങ്കിലും ഞാൻ വരത്തില്ല, അച്ഛനും ഇളയച്ചനും കൂടെ പോയാൽ മതി. അവിടെ വന്നിട്ട് ഇനിയിപ്പം നാട്ടുകാരുടെ തല്ലും കൂടെ കൊള്ളാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ശിവശങ്കരൻ പറഞ്ഞു, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, എൻ്റെ മകനായി പോയില്ലെന്ന് ചോദിച്ചു. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം കമല പറഞ്ഞു, എടാ നിനക്കൂടെ അവരോടൊപ്പം ഒന്ന് പോകാൻ മേലായിരുന്നു എന്ന് ചോദിച്ചു. എന്തിനാ പോകുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നാണം കിട്ട അവളെ പോയി തല ഉണിച്ചിരിക്കേണ്ട കാര്യം എനിക്കില്ല. ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. നേരത്തെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വളർത്തുമായിരുന്നെങ്കിൽ അപ്പം അവന് ഓരോ തെറ്റുകൾ ചെയ്യുമ്പം അമ്മ അതിനൊക്കെ വളം വെച്ച് കൊടുത്തു തന്നു. എന്നിട്ടിപ്പം ന്യായം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. നിനക്ക് അവളാണല്ലോ വലുത് അലീന. അവളെ പോലീസ് പിടിച്ചോണ്ടെന്ന് പോയെന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എന്തൊരു ഉത്സാഹമായിരുന്നു സ്റ്റേഷനിലേക്ക് പോകാനായിട്ട്. അതിൻ്റെ നാലിലൊന്നും ഉത്സാഹം ഇപ്പം നീ കാണിക്കുന്നില്ലോ. അതെ, അവളൊരു തെറ്റും ചെയ്തിട്ടില്ലാത്തോണ്ടാ. അതുപോലെയല്ല അകത്ത് കിടക്കുന്നവന്മാരെ, അറിയാലോ. പാവം പൊടിച്ചൊരു പെൺകൊച്ചിനെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ഇവിടെ ഉണ്ടല്ലോ അമ്മയ്ക്കും ഒരു മകള്, അവൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് മനുശങ്കർ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതേ സമയത്ത് ശിവശങ്കരനും രാജുവിനും ഒക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ്. അപ്പോൾ അവിടെയുള്ള കോൺസ്റ്റബിളിനോട് ചോദിച്ചു, സാറേ ഞങ്ങൾക്ക് SI സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. വരാൻ പറഞ്ഞു. ഈ സമയത്ത് മീഡിയക്കാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു, പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അവർക്ക് അറിയത്തുണ്ടായിരുന്നില്ല വന്നിറങ്ങിയത് ശിവശങ്കരനും രാജീവനുമാണ്. അകത്തുള്ള രോഹിത്തിൻ്റെ അതുപോലെ തന്നെ ഹരിശങ്കറിൻ്റെ ആളുകളാണെന്നുള്ള കാര്യം അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവന്മാർ വെറുതെ വിടുവോ? പിന്നെ ഇവരുടെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഒപ്പിയെടുത്താനും, അതുമാത്രമല്ല നാട്ടുകാരും ഇളകിയാനും, നാട്ടുകാരെ ഇളകി പഞ്ഞിക്കിട്ടാനും. അങ്ങനെ അകത്തേക്ക് കയറി ചെന്ന് ഈ പെസയിച്ചു. എന്താണോ കാര്യം എന്താണെന്ന് ചോദിച്ചു. സാറേ എനിക്ക് ഹരിശങ്കറെ രോഗത്തിനെയൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെന്ന് പറഞ്ഞു. കൊണ്ടുപോകാനായിട്ടോ? അതിനു വേണ്ടി വന്നാണെന്ന് ചോദിച്ചു. സാറേ ഇങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം, അവർക്കൊരു അബദ്ധം പറ്റിപ്പോരാ. അബദ്ധമോ? പാവം പൊടിച്ചൊരു പെൺകൊച്ചിനെ 3-4 പേര് ചെയ്ത് റേപ്പ് ചെയ്തു, അതാണോടോ അബദ്ധം എന്ന് ചോദിച്ചു. പിന്നീട് ശിവശങ്കരനോട് തൻ്റെ മകന ഹരിയുണ്ടല്ലോ, അവനെ എല്ലാത്തിൻ്റെ മാസ്റ്റർ പ്ലാന്, അവനാണ് പ്ലാൻ തയ്യാറാക്കിയത്. വെറുതെ ഒന്നുമല്ല, മയക്കുമരുന്ന് കൊടുത്താ അവളെ പീഡിപ്പിച്ചിരിക്കുന്നത്, അറിയാലോ. ആ പെൺകൊച്ച് +2 പഠിക്കുന്ന, പ്രായപൂർത്തിയായിട്ടില്ലെങ്കിൽ പോസ്കോ കേസിനകത്താവുന്നേ, പിന്നെ പുറലോകം കാണത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശിവശങ്കരൻ പറഞ്ഞു, സാറേ ഒരബദ്ധം പറ്റിയതാ. അവരെ വെറുതെ പറഞ്ഞു. എടോ അബദ്ധമൊന്നുമല്ല, ഇതിനു മുമ്പും പറ്റിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അലീന എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ചില്ലേ? എന്നിട്ട് അന്ന് താനൊക്കെ എന്താണോ ചെയ്തേ? ആ കേസ് അങ്ങ് നൈസായിട്ട് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചില്ലേ നിങ്ങളുടെ അളിയനും എല്ലാവരും കൂടെ ചേർന്നിട്ട്? അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജീവൻ പറഞ്ഞു, അത് പിന്നെ സാറേ അങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായെന്നുള്ള ശരി തന്നെയാണ്. പക്ഷേ എങ്കിൽ അവൾക്കൊരു പരാതിയൊന്നും ഇല്ലായിരുന്നു. അവൾക്ക് പരാതി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് കണ്ണടച്ച് വിട്ടു. എടോ അന്നേ ഇവനെയൊക്കെ നേരെയാക്കാൻ നോക്കുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ? സാറേ ഞങ്ങൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. ആ പെൺകൊച്ചിന് കുറച്ച് പൈസ കൊടുക്കുവാണെങ്കിൽ. പൈസ കൊണ്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നല്ല പ്രശ്നവും. ഇപ്പം തന്നെ ആൾക്കാരൊക്കെ ഇളകിയിരിക്കുമോ അറിയാലോ. താനൊന്നും ഈ ലോകത്തെങ്ങും അല്ലേ ജീവിക്കുന്നേ. ഇപ്പം താനിക്ക് ഇങ്ങോട്ട് കയറി വരുന്നേ പുറത്തുള്ള മീഡിയാസ് കണ്ടോന്ന് ചോദിച്ചു. അവർക്ക് മനസ്സിലായില്ലെന്ന് തോന്നേ. അറിയുവാണെങ്കിൽ അവരെല്ലാവരും കൂടെ ഇരച്ച് കയറി വരും. നാട്ടുകാരറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ പോലീസ് സ്റ്റേഷൻ വളയും, അറിയാലോ. പിന്നെ തനിക്കൊക്കെ ഇവിടെ ജീവനോടെ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. അതുകൊണ്ട് ആൾക്കാർ അതേം അറിയുന്നതിന് പെട്ടെന്ന് തന്നെ സ്ഥലം വിടാൻ നോക്കുക, അല്ലെങ്കിൽ നിനക്കൊക്കെ ഞങ്ങൾ പ്രൊട്ടക്ഷൻ തരേണ്ട വരുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശിവശങ്കരൻ സാറേ എങ്ങനെയെങ്കിലും ഒന്ന്, എടോ ഞങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അറിയാലോ. ഇവിടെ വെറുതെ നിൽക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ കൈവിട്ട കളിയാ, ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു. ആ പെൺകൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ അവന്മാരകത്ത് തന്നെ കിടന്നേനും. ഈ സമയം ശിവശങ്കരൻ രാജീവനും ഒക്കെ വന്നത് ഹരിയും രോഹിത്തും കണ്ടിട്ടുണ്ടായിരുന്നു ലോക്കപ്പിൽ കിടന്നിട്ട്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? രോഹിത്താണെങ്കിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. ഹരിശങ്കറിന് അച്ഛൻ വന്നല്ലോ, ഇനി തന്നെ രക്ഷിക്കും എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പൈസ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കേസ് ഒതുക്കി തീർക്കാം എന്നൊരു ചിന്തയായിരുന്നു. പക്ഷെ രോഹിത്തിൻ്റെ മനസ്സിൽ അതൊന്നും ആയിരുന്നില്ല. എല്ലാം തകർന്ന മട്ടിലായിരുന്നു രോഹിത്ത് ആ ഭിത്തിയിൽ ഇങ്ങനെ ചാരിയിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും SI പറഞ്ഞു, നിങ്ങൾ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് പോകാൻ നോക്ക്. അല്ല എനിക്കെൻ്റെ മകനെ ഒന്ന് കാണാൻ പറ്റുമോ? അവൻ ലോക്കപ്പിലുണ്ട്, വേണേ ഒന്ന് കണ്ടോളാൻ പറയണം. നല്ല രീതിയിൽ തന്നെ അവനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്തായാലും മണി പോലെ
പറയാനുള്ള കാര്യങ്ങളെല്ലാം അവൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രായത്തിനിടയ്ക്ക് അവൻ ചെയ്തു കൂട്ടാത്ത പ്രവൃത്തികളൊന്നുമില്ല. എന്താണെങ്കിലും ഇവനെ പോലെയുള്ള ഒരുത്തനെ വളർത്തി വലുതാക്കി വിട്ടേന് സ്തുതിക്കണമെന്ന് പറഞ്ഞു കുറേ ചീത്ത പറയാണ്. വായി വന്നെല്ലാം പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴേക്കും രാജീവൻ പറഞ്ഞു, സാറേ CI സാറിനെ ഒന്ന് കണ്ടാലോ? സാറിനെ കണ്ടതുകൊണ്ട് ഒന്നും ഒരു കാര്യമില്ല. നിങ്ങളിനി ഇവിടെ കിടന്ന് കറങ്ങിയിട്ടും കാര്യമൊന്നുമില്ല. പിന്നീട് രോഹിത് ഹരിശങ്കറൊക്കെ കിടക്കുന്ന സെല്ലിൻ്റെ അടുത്തേക്ക് രാജീവനും ശിവശങ്കരനും ചെല്ലുവാണ്. അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത ടെൻഷനായിപ്പോയി അവർക്ക്. ആ സമയം ഹരിശങ്കർ പറഞ്ഞു, അച്ഛ എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കച്ച എന്നൊക്കെ പറയണം. ആ കോലം കണ്ടുകഴിഞ്ഞപ്പോൾ നല്ല രീതിയിലുള്ള ചത കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി. രോഹിത് പക്ഷെ ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. രാജീവൻ പറഞ്ഞു, നിനക്കൊക്കെ ഇതിൻ്റെ വല്ല ഇത് ഉണ്ടായിരുന്നോടാ? നീയൊക്കെ എന്ത് പരിപാടിയാണ് കാണിച്ചേ? ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് രോഹിത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. പിന്നീട് ശിവശങ്കരനും രാജീവനും കൂടെ പുറത്തേക്ക് ഇറങ്ങുവാണ്. ആ സമയത്തൊക്കെ മീഡിയാസും കാര്യങ്ങളും അവിടെയുണ്ട്. ഇനി അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. പിന്നീട് കാർ കയറി കഴിഞ്ഞപ്പോൾ രാജീവൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയാലോ? വൈജയനെ ഒന്ന് കാണണ്ടേന്ന് പറഞ്ഞു. ശരിയാ, ഒന്ന് കണ്ടേക്കാന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. വൈജയന്തിയെ കാണാനായിട്ട് കയറി. ആ സമയത്ത് വൈജയന്തി ചോദിച്ചു, എന്തായി ശിവേട്ട കാര്യങ്ങളൊക്കെ കണ്ടോ? എങ്ങനെ എന്താന്നൊക്കെ ചോദിക്കുവാണ്. ഇനി പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല വൈജയ്, അവനും ചെയ്യുന്ന തെറ്റിനുള്ള ശിക്ഷ അവനവൻ അനുഭവിച്ചുകൊണ്ടിരിക്കണേന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം വൈജയ് പറഞ്ഞു, ഇതൊക്കെ കാണാനും കേൾക്കാനും ഒരു വിധി എനിക്കുണ്ടായല്ലോ. എനിക്ക് എങ്ങനെ എന്ത് ചെയ്യണമെന്നറിയില്ല. എൻ്റെ ദൈവമേ, അന്ന് ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത് ഞാൻ അങ്ങോട്ട് മരിച്ചാൽ മതിയായിരുന്നു. അത് കേട്ടപ്പോൾ രാജീവൻ പറഞ്ഞു, നമ്മൾ ചെയ്തു പോയ തെറ്റിനുള്ള ശിക്ഷ കിട്ടാതെ നമ്മൾ ഭൂമിയിൽ നിന്ന് പോകത്തില്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വൈജയ് പറഞ്ഞു, എന്താ രാജീവ് ഇങ്ങനെയൊക്കെ പറയണേ? പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ ഞാൻ എന്ത് വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഇത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, ഇനിയിപ്പം അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും അവരെ ഇറക്കിക്കൊണ്ട് വരാനുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. പക്ഷേ വക്കീലിനെ കണ്ട് സംസാരിച്ചു, ജാമ്യം പോലും കിട്ടത്തില്ലെന്ന് അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ഈ ശിവേട്ട നമ്മളെന്ന് ചോദിച്ചു. ഒരു വഴി മാത്രമേ ഉള്ളൂ, അലീനയോട് കാര്യങ്ങൾ പറയുക. അവൾ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അവന്മാരെ ഇറക്കിക്കൊണ്ട് വരാൻ പറ്റുമെന്ന് പറഞ്ഞു. അവൾ എന്ത് ചെയ്യാനായിട്ടാ? അവൾ പരാതിയില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് തന്നെ ഒരു ഭാഗ്യം ഒന്ന് കൂട്ടിയാൽ മതി. ഒരുപക്ഷെ അവൾ ആ കംപ്ലൈൻറ്റും കൂടെ എഴുതി കൊടുക്കുമായിരുന്നെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല അവസ്ഥ. അവളെ മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പറയല്ലേ പത്രത്തിൽ എഴുതി ചേർത്ത് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ പറയുന്ന അവളുടെ കൂടെ ഉണ്ടായിരുന്ന രേവതി എന്ന് പറയുന്നൊരു പെണ്ണുണ്ടല്ലോ, അവൾ നിൽക്കുന്ന വീട്ടിലെ ആരാണ്ട് ഏതോ കസിനൊക്കെയാണ് ഈ DYSP. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ അലീനയോട് പറയുവാണെങ്കിൽ ആ DYSP ആയിട്ട് സംസാരിക്കുവാണെങ്കിൽ ചിലപ്പം എന്തെങ്കിലും ഒരു ഇളവ് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും ജാമ്യത്തിലെങ്കിലും ഇറക്കാൻ പറ്റുമെന്ന് തോന്നേ. ഞങ്ങൾ അവളോട് പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല. വൈജയന്തി നീ ഒരു കാര്യം ചെയ്യുക, നീ തന്നെ സംസാരിക്കാൻ പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ വൈജയന്തി പറഞ്ഞു, ഞാൻ സംസാരിക്കാനാ? എൻ്റെ പട്ടി സംസാരിക്കും. അങ്ങനെ എൻ്റെ മക്കളെ അവിടുന്ന് പുറത്തിറങ്ങണ്ട, അവരകത്ത് തന്നെ കടന്നോട്ടെ എന്ന് പറഞ്ഞു. ശിവശങ്കരൻ പറഞ്ഞു, നീയൊക്കെ ഒരു സ്ത്രീ ആണോടി, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴും നിനക്ക് നിന്റെ വാശിയും വൈദ്യൊക്കെ മുൻപന്തി നിൽക്കുന്നതല്ലേ. പിന്നെ ഞാൻ അവളുടെ കാല് പിടിക്കണം എന്നാണ് ശിവേട്ടൻ പറയുന്നത്. അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. എന്തൊക്കെ പറഞ്ഞാലും ശരി. അത് കേട്ടപ്പോൾ രാജീവൻ പറഞ്ഞു, ഇനി ഇപ്പം ബൈജിയോട് പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടാ. ഇവിടെ വന്ന് ഇവളോട് സംസാരിക്കാൻ തോന്നി നമ്മളാണ് മണ്ടന്മാർ. ഇത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, എങ്കിൽ പിന്നെ നീ ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല എന്നും പറഞ്ഞുകൊണ്ട് ശിവശങ്കരൻ ഇങ്ങോട്ടേക്ക് പോവാണ്. കൂടെ രാജുവിനും പോയി. നേരെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നുള്ള കാര്യം അവരറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്നു. ബാലേന്ദ്രനോട് സംസാരിക്കുന്ന സമയത്ത് ശിവശങ്കരൻ പറഞ്ഞു, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ടോ എന്തായി കാര്യങ്ങളെന്ന് ചോദിച്ചു. എന്താവാനായിട്ടാ, അവരെ വിടാനായിട്ട് ഒരുക്കുമല്ല, പൈസ കൊടുക്കാന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ അതും കൊണ്ടൊന്നും ഒരു കാര്യമില്ല, അതൊന്നും ഏൽക്കത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ ബാലേന്ദ്രൻ പറഞ്ഞു, കിടക്കട്ടെ അവിടെ. അല്ല ബാലേന്ദ്ര, കോടതി ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ നേരെ ജയിലിലേക്ക് വിടത്തുള്ളൂ. ജയിലിലേക്ക് പോട്ടെ ശിവേട്ട, എന്തിനാ വിഷമിക്കണേ? ബാലേന്ദ്രൻ നല്ല സങ്കടം ഉണ്ടായിരുന്നു. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്മാരൊക്കെ ശിക്ഷ അനുഭവിക്കണം. ശിക്ഷ അനുഭവിച്ച് അവിടെ കിടക്കട്ടെ, ജയിലിൽ പോയി കിടക്കട്ടെ. അപ്പോഴും അവന്മാർക്ക് ഇത്രയും നാൾ സൂചിച്ചതിൻ്റെ ആ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അവന്മാരെ കോളേജിലേക്ക് വിട്ട് പഠിക്കാനാ, അല്ലാതെ വേറൊന്നിനുമല്ല. അവന്മാർ പഠിച്ച കാര്യങ്ങൾ വേറെയാണല്ലോ. അത് കേട്ടപ്പോൾ രാജീവൻ പറഞ്ഞു, ബാലേന്ദ്രൻ്റെ മനസ്സ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേങ്കിൽ അവന്മാരുടെ കാര്യം അറിയാലോ, പോലീസ് സ്റ്റേഷൻ വെച്ച് നല്ല രീതിയിൽ ആ SI CI ഒക്കെ അവന്മാരെ തല്ലി ചതച്ചിട്ടുണ്ട്. ബാലേന്ദ്രൻ പറഞ്ഞു, നമ്മൾ തല്ലു കൊടുത്ത് വളർത്താത്തതിൻ്റെ പ്രശ്നം അത്. അനുഭവിക്കട്ടെ അവിടെ കിടന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് പഠിച്ചോളും. ഇത് നേരത്തെ കിട്ടുമായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഇപ്പോൾ ഉണ്ടാകത്തില്ലായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പം ശിവശങ്കരൻ പറഞ്ഞു, ഒരു പക്ഷേ അലീനെ വിചാരിക്കുവാണെങ്കിൽ അവരെ പുറത്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞു. അലീനയ്ക്ക് ആ DYSP ആയിട്ട് ഒന്ന് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ ഇനിയിപ്പം
അലീനയെ വെറുതെ ഇതിനകത്തേക്ക് വലിച്ചഴിച്ചിടണ്ട. ആ രേവതിക്കുട്ടി ഉള്ളതുകൊണ്ട് മാത്രം അവള് പുറത്തിറങ്ങിയത്. അല്ലായിരുന്നെങ്കിലോ പാപം ഒരു തെറ്റും ചെയ്യാതെ അവള് അകത്ത് കിടന്നേനും. എല്ലാ വാശിയും വരാകി അവളുടെ ദേഹത്ത് തീർത്തേനും. എന്താണെങ്കിലും അലീന ആരോടൊന്നും സംസാരിക്കാനും പോകുന്നില്ല. അതിന്റെ പേരിൽ രോഗത്ത് കരിയൊന്നും പുറത്തിറങ്ങുവാൻ വേണ്ടെന്ന് ബാലേന്ദ്രൻ തറപ്പിച്ച് പറയാണ്. പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു ശിവശങ്കരനും രാജീവനും ഒക്കെ. അങ്ങനെ അവരെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. ബാലേന്ദ്രൻ ഭയങ്കര ടെൻഷനായിപ്പോയി. പിന്നീട് അവരോർത്തു അലീനയെ ഒന്ന് കണ്ടാലോ, അലീനയെ ഒന്ന് കണ്ട് സംസാരിക്കാൻ ഓർത്തുകൊണ്ട് അലീനയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ അലീനയെ കണ്ട് സംസാരിക്കണം. അലീന ഒരു കാര്യം തീർത്തു പറഞ്ഞു, എന്താണെങ്കിലും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടണം. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കില്ല. കാരണം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന അതെ നിങ്ങളുടെയൊക്കെ മക്കളെക്കുറിച്ച് മാത്രം. പക്ഷേങ്കിൽ ആ പീഡിപ്പിക്കപ്പെട്ട പെങ്കൊച്ചിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അതിൻ്റെ അവസ്ഥ എന്താന്ന്? അല്ല ശിവനങ്കളിന് ഉണ്ടല്ലോ ഒരു മകള്. സ്വന്തം ആൾക്ക് എങ്ങനെ ഒരു ദുർവിധി ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്കിള് സമ്മതിക്കുവോ, സഹിക്കുവോ? ഇല്ലല്ലോ. അതേപോലെ തന്നെ അവൾക്കൊണ്ടൊരു അച്ഛനും അമ്മേ. അതുകൊണ്ട് ഈ കാര്യത്തിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട, ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.